ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നതിന് മുമ്പ് നാം തിരിച്ചറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല സന്ദർഭങ്ങളിലുമാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലേ? അതൊരു സത്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷമാണെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ നമ്മൾ ചിന്തിക്കും, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ മതിയെന്ന്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അതിലൊന്നുമല്ല ഒരു കാര്യമുള്ളത്. മറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ലൈഫേ അടിപൊളിയാവുന്ന എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒരു സുഹൃത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചാൽ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അവരോട് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളാൽ കഴിയുന്നത്, ചിലപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലായിരിക്കും, പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലായിരിക്കും. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നമ്മളാൽ കഴിയുന്നത്, പൈസ ഉണ്ടെങ്കിൽ അതുമാവട്ടെ കേട്ടോ, അങ്ങനെ നമുക്ക് ഒരു സുഹൃത്തിനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാം. എന്തുമായിക്കോട്ടെ, ഇവ മൂന്നിൽ ഏതാണെങ്കിലും നമ്മളാൽ കഴിയുന്നത്. നമ്മളുടെ അടുത്ത് പൈസ കൊടുത്ത് സഹായിക്കാനില്ല, നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ടാവില്ല, അതാണിപ്പോൾ അവർക്ക് അത്യാവശ്യമെങ്കിൽ നമുക്ക് അതും കൊടുക്കാമല്ലോ. അത് കൊടുക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം. അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതെ, ആരും അറിയാതെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലേ, സത്യത്തിൽ എൻ്റെ അനുഭവം വെച്ച് പറയാം കേട്ടോ, നമുക്ക് ചുറ്റും നടക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമ്മളത് നന്നാവണം. നമ്മൾ മറ്റുള്ളവനെ കൈ ചൂണ്ടിയിട്ട് അവൻ എനിക്ക് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്തു എന്ന് സ്വയം ചിന്തിക്കുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് കേട്ടോ സത്യത്തിൽ നമ്മളൊരു മനുഷ്യനാവുന്നതും ഒക്കെ. അപ്പോഴേ നമുക്ക് നല്ല സുഹൃത്തിനെ നമുക്ക് തേടിപ്പോവേണ്ട കാര്യമില്ല. നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ല സുഹൃത്ത് നമ്മളെ തേടിയെത്തും. അതെ, തീർച്ചയായും തേടി വരും നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ. പിന്നെ നമ്മൾ മനസ്സുകൊണ്ടോ ആരെങ്കിലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ വഞ്ചിക്കാനോ എന്തെങ്കിലും തീരുമാനിച്ചാൽ സത്യത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മോശമായി തന്നെ നമുക്കത് കിട്ടും. അത് കുറേ അനുഭവങ്ങളിലൂടെയെല്ലാം എനിക്ക് മനസ്സിലായതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചിട്ടുള്ള പ്രതിഫലം അത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും ഞങ്ങൾ മരിച്ചു പോയാലാണ് അതിൻ്റെ യഥാർത്ഥ ഫലം ഞങ്ങൾ അനുഭവിക്കുക. ആ ഒരു ഇത് വെച്ച് പറയുകയാണ്, അനുഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ.